ഇന്ന് ആഗോളസഭ വിഭൂതിബുധനിലേക്ക് പ്രവേശിക്കുകയാണ്. നെറ്റിയിലെ ചാരം പൂശി മനുഷ്യ നീ മണ്ണാകുന്നു എന്നൊരു ഓർമ്മപ്പെടുത്തൽ എല്ലാവരും ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെ ധ്യാനിച്ചുകൊണ്ട് മറ്റൊരു യാത്രയാണ്. അവൻ കടന്നുപോയ അതേ പാതയിലൂടെ ഒരു കുരിശിൻ്റെ വഴിയിൽ അവൻ്റെ പിന്നാലെ ചെല്ലുവാനുള്ളൊരു യാത്രയാണ് ഈ വിഭൂതിബുധൻ. അതുകൊണ്ട് തന്നെ ഈ 40 നാളുകളും ഉള്ളിൽ സൂക്ഷിക്കേണ്ട 3 പാഠങ്ങളെ സഭ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ ചിന്തയോടുകൂടി വേണം തപസ് കാലത്തിലേക്ക് നാം പ്രവേശിക്കാനായിട്ട്. ഒന്ന്, ഉപവാസം, ദൈവത്തോടൊപ്പമായിരിക്കുക എന്ന കൃത്യമായ ബോധ്യം. ഇഷ്ടമുള്ള കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ച്, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വേണമെന്ന് വെച്ച് ദൈവത്തിനോടൊപ്പമായിരിക്കുന്ന ഒരവസ്ഥയുടെ പേരാണ് ഉപവാസം. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തൊക്കെയാണോ ഈ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമെന്ന് ഞാൻ ചിന്തിച്ചത് അതിനൊക്കെ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്ത്, ദൈവത്തിൻ്റെ ഹിതത്തിനൊത്ത് എന്നെ മാറ്റുന്ന ഒരു 40 നാളുകൾ. ആ നാളുകൾ എന്നെ കുറച്ചും കൂടി ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ സഞ്ചരിക്കേണ്ട ദൂരത്തിൻ്റെ പേരാണ് ഉപവാസം. രണ്ടാമതായിട്ട് ദാനധർമ്മം. എൻ്റെ ദാനം എപ്പോഴാണോ എനിക്ക് നഷ്ടമായി മാറുന്നത് അപ്പോഴാണ് അതെനിക്കൊരു ദാനമായി മാറുന്നത്. അങ്ങനെയാണെങ്കിൽ നഷ്ടപ്പെടുവാൻ തയ്യാറാക്കിക്കൊണ്ട് എന്തൊക്കെയാണോ കൈമാറുന്നത് അതെല്ലാം ദാനധർമ്മത്തിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ മുമ്പിലിരിക്കുന്ന ഏറ്റവും പാവപ്പെട്ടവന് മുമ്പിൽ നീട്ടുന്ന ചില്ലിക്കാശ് മുതൽ, ഹൃദയത്തിൽ നിന്ന് പങ്കുവെക്കുന്ന സ്നേഹം മുതൽ എല്ലാം ദാനം തന്നെയാണ്. തിരിച്ചു കിട്ടില്ല എന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങൾക്ക് എന്തൊക്കെ സമ്മാനിക്കാൻ കഴിയുമോ അതൊക്കെ ഈ 40 നാളുകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കണം. നഷ്ടമെന്ന ബോധ്യം ഉണ്ടാകുന്നിടത്തോളം കാലം, തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പുള്ള കാലത്തോളം ഈ ഭൂമിയിൽ നൽകാൻ മനസ്സുണ്ടെങ്കിൽ അത് ദാനധർമ്മത്തിൻ്റെ ഏറ്റവും മഹത്തരമായ പാഠമാണ്. ഏറ്റവും അവസാനമായിട്ട് പ്രാർത്ഥന. ഒരാൾ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഇടമാണത്. കുറച്ചും കൂടി ഇനി ദൈവവുമായി ആയിരിക്കുക. ഇത്രയും നാളും പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളതല്ല, എന്നാൽ ചില തീരുമാനങ്ങൾ നമ്മളെ 40 ദിവസം സഹായിക്കണം. ഇന്നു മുതലും എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോകുമെന്നും ഉപവസിച്ച് കുമ്പസരിച്ച് ഈ 40 നാളുകളും ഒരുക്കത്തോടുകൂടി ആയിരിക്കുമെന്നൊക്കെ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടതാണ്. കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും ഇനി മുടങ്ങാതെ ചെല്ലുമെന്നും പരിശുദ്ധ അമ്മയോടൊപ്പം ജപമാല ചൊല്ലി കുരിശിൻ്റെ വഴിയിൽ യാത്ര ചെയ്യുമെന്നൊക്കെ എടുക്കുന്ന തീരുമാനം ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവവുമായി ചിലവഴിക്കാൻ കിട്ടുന്ന സമയങ്ങളൊക്കെ പാഴാക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം. വ്യക്തിപരമായി ദൈവവുമായി ഹൃദയത്തിലൊരു ഇടം നേടുക. അങ്ങനെ ഈ പ്രാർത്ഥന, ഉപവാസവും ദാനധർമ്മത്തിലൂടെ ഓരോ മനുഷ്യരും സഞ്ചരിക്കുമ്പോൾ ഈ 40 നാളുകളും നമ്മളെ എത്തിക്കുന്നത് മറ്റൊരു ലോകത്തേക്കാണ്. ഇതുവരെ സഞ്ചരിച്ച പാത ശരിയല്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇതൊരവസരമാണ്. ഇനിയുള്ള 40 നാളുകൾ നമ്മളുടെ പുതിയ പാതയിലേക്ക്, പുതിയ ജീവിതത്തിലേക്ക്, പുതിയൊരിടത്തിലേക്ക് ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. ഏവർക്കും ഈ തപസ്സുകാലം ഒരു അനുഗ്രഹമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.